ചുടുകാറ്റിനു കൂട്ടിനായി നാമൊരു നാൾ കിനാക്കുടിലിൽ ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ആൾ ആർ ഫൈൻ. സോ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് വീട്ടിലിരിക്കണ ഒരു ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അത്രേ ഉള്ളൂ. അപ്പോൾ എണീക്കാനൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു 8 മണി സംതിങ്ങിനാണ് ഞാൻ എണീക്കുന്നത്. ഞാൻ എണീറ്റ പാടെ തന്നെ ഞാൻ ഫോണൊക്കെ നോക്കി. അന്ന് എനിക്കൊരു മോട്ടിവേഷൻ വന്നു, ഡേ ഇൻ മൈ ലൈഫ് എടുത്താലോ. അപ്പോൾ പെട്ടെന്ന് പിടിച്ച് ക്യാമറയൊക്കെ ഓണാക്കി എല്ലാം ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയതാണ്. സോ നമ്മൾ ബ്രഷ് ചെയ്യലും ഫേസ് വാഷ് ചെയ്യലൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്മച്ചി ഇവിടുത്തെ ഈ സ്റ്റാൻഡത്തെ പ്ലാന്റ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. കഴിഞ്ഞ ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നും ഞാൻ വെള്ളം ഒഴിക്കാറില്ല, ട്രീറ്റ് ചെയ്യാറില്ല എന്നൊക്കെ. ബട്ട് ഇതിപ്പോൾ പുതിയത് വെച്ചതാണ് അമ്മച്ചി. ഫസ്റ്റ് വെച്ച ചെടി 1-2 ഇത് പോയി, ഉണങ്ങിപ്പോയി. അപ്പോൾ അമ്മച്ചി പുതിയത് സ്റ്റാൻഡിൽ കൊടുന്ന് വെച്ചാണ് പുതിയ ചെടികൾ. അപ്പോൾ പുതിയത് ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ഫ്രഷ്നെസ് ആണല്ലോ. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. നേരത്തെ നീക്കുന്ന ഡേയ്സിൽ മാത്രമേ ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ സ്കിൻ കെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ അനിയത്തി ചെറുത് സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ നേരത്തെ ഞാൻ എണീക്കുന്നത്. സത്യം പറഞ്ഞാൽ ഓൾക്ക് പോകാനാകുമ്പോൾ ഒരു 8 മണി 8:30 ആകുമ്പോൾ ഓൾ സ്കൂൾക്ക് പോവാം. പിന്നെ ഓൾക്ക് വെച്ച് ദോശ എന്തൊക്കെ ഉണ്ടാക്കി കൊടുത്തിന്. അതിൻ്റെ കൂട്ടത്തിൽ ഞാനും തന്നെ കഴിച്ചു. തലേന്നത്തെ ബീഫ് വരട്ടൊക്കെ ഉണ്ടായിരുന്നു. സോ അതും വെച്ച് സ്പെഷ്യലായിട്ടൊരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചമ്മന്തി അല്ല, ഒരു തേങ്ങ വെച്ചിട്ട് എന്തൊക്കെ ഒരു കറിയാന്ന് തോന്നുന്നത്. സത്യം പറഞ്ഞത് കുറച്ച് ദിവസം മുമ്പ് എടുത്ത ഡേ ഇൻ മൈ ലൈഫാണ്, അതാണ് എനിക്ക് ഓർമ്മയില്ല. ആൻഡ് ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യണത്. എൻ്റെ മടി എന്നെ സമ്മതിച്ചില്ല ഒന്നിനും. ആൻഡ് പിന്നെ ഞാൻ അന്ന് നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ഡേ ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ പ്രൊഡക്റ്റീവ് ഡേ ആണല്ലോ, അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചുകൊണ്ട് തുടങ്ങണം. അപ്പോൾ നമ്മൾ എൻ്റെ പ്ലാനിങ് ചെയ്യുന്ന കുഞ്ഞി നോട്ടുണ്ട്, അതെടുത്തിട്ട് ഞാൻ കുറച്ച് എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മ കിട്ടണില്ല. വീഡിയോ കണ്ടൻസ് ആണോ എഴുതിയത്? അല്ല, ഞാൻ അന്ന് എന്തൊക്കെ ചെയ്ത് തീർക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എഴുതി ഇങ്ങനെ വെക്കുന്നു. ആൻഡ് ദെൻ പിന്നെ ചെയ്ത് വെച്ച കാര്യങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ കുറച്ച് ക്ലീനിങ് പരിപാടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട കുറച്ച് ഐറ്റംസ് ആയിരുന്നു. ഞാൻ ഇതിന് മുമ്പൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ലോങ്ങിൽ തന്നെ മിസ്റ്റർ DIYയിൽ പോയി വാങ്ങിയ കുറച്ച് സാധനങ്ങൾ. അത് അതേപോലെ ഞാൻ വീഡിയോ എടുത്ത് ആ കവർ തന്നെ ആക്കി അങ്ങനെ വെച്ചേക്കായിരുന്നു. കാരണം ഒന്നും എടുത്ത് വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അതൊക്കെ എടുത്ത് വെക്കാൻ കരുതിയിട്ട് ഞാൻ മിററും ഇതൊക്കെ അങ്ങനെ വെച്ചാൽ പൊട്ടി പോകുമല്ലോ, ക്യാഷ് കൊടുത്ത് വാങ്ങിയതല്ലേ. സോ ഞാൻ അതൊക്കെ എടുത്ത് ഓർഗനൈസ് ചെയ്ത് വെച്ചു, ഒരു സ്ഥലത്ത് അലമാരയിൽ കൊണ്ടുവച്ചു. പിന്നെ ഇത് ഞാൻ ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടി ഒരു ടവൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട്, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതൊക്കെ എടുത്ത് മടക്കി വെക്കുകയാണ് ഞാൻ. പിന്നെ ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതായിരുന്നു ഹോസ്റ്റലിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ബട്ട് DIY കണ്ടപ്പോൾ അങ്ങനെ കയറി ചെയ്തിരുന്നു. അപ്പോൾ ആ കവർ തുറന്നപ്പോൾ എൻ്റെ കാണാതെ പോയി മോയ്സ്ചറൈസർ കിട്ടി. അത് ഞാൻ വാങ്ങി കൊടുത്തിട്ട് ഞാൻ വിചാരിച്ചു കടയിൽ തന്നെ വെച്ച് മറന്നോ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുന്നു. ഈ കവർ ഓപ്പൺ ആക്കിയപ്പോൾ എനിക്ക് ആ സംഭവം ഇന്ന് കിട്ടി. അപ്പോൾ ഇതൊക്കെയാണ് അന്ന് പോയപ്പോൾ വാങ്ങിച്ച നൈറ്റ് ഡ്രസ്സുകളൊക്കെ കിട്ടും. അപ്പോൾ കുറച്ച് പാൻസും കുറച്ച് ടോപ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ട്രെൻഡ്സും സുഡിയൊക്കെ പോലത്തെ ടൈപ്പ് ഓഫ് കടയായിരുന്നു. വിശാൽ മാർട്ട് എന്ന് പറയും. പെരിന്തൽമണ്ണ മഞ്ചേരി എല്ലായിടത്തുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അമ്മച്ചി ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെയും ക്ലീനിങ് നമുക്ക് ഇരുന്ന് ഇന്നെന്താ അറിയില്ല, ഞാൻ പറഞ്ഞല്ലോ പ്രൊഡക്റ്റീവ് ഡേ ആയിരുന്നു. എല്ലാം ചെയ്യാൻ ഉഷാറ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഫോണിൽ റീൽസ് നോണ്ടിരിക്കുക, അല്ലെങ്കിൽ കിടന്നുറങ്ങുക, അതൊക്കെ ആയിരിക്കും എൻ്റെ ലൈഫിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. ഇന്നെന്താണെന്ന് അറിയില്ല, ഭയങ്കര പ്രൊഡക്റ്റീവായതുകൊണ്ട് തന്നെ ഞാൻ മേക്കപ്പിൻ്റെ ഓർഗനൈസറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഓർഗനൈസ് ചെയ്യാൻ നിന്ന്. ഇതിൻ്റെയൊക്കെ ഡ്യൂട്ടി എപ്പോഴും എനിക്ക് കേട്ടോ. അതിൻ്റെയൊക്കെ ഓണർ ഞാനാണ്. അതുകൊണ്ട് തന്നെ എല്ലാം ക്ലീനാക്കി ഇതാക്കി വെക്കലും ഞാനാണ്. സോ ഞാൻ അതൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ച് എല്ലാം ഓരോ ബാസ്ക്കറ്റിലും ബൗൾസ് ഓർഗനൈസറിലൊക്കെ ആക്കി വെച്ചിട്ട് എല്ലാം സെറ്റപ്പ് ആക്കി എടുത്തു. ഈ മേക്കപ്പിൻ്റെ ഓർഗനൈസേഴ്സൊക്കെ ഫസ്റ്റ് ഞാൻ എല്ലാം അലമാറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അലമാറ വേറെ റൂമൊക്കെ ഷിഫ്റ്റ് ആക്കിയപ്പോൾ ഇതൊക്കെ ഇപ്പോൾ എൻ്റെ ടേബിളിൻ്റെ മേലാണ് ഇരിക്കണേ. എൻ്റെ അല്ല, അപ്പോൾ അനിയത്തിയെ യൂസ് ചെയ്യണേ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഓരോ ബ്രേക്കിൽ നമുക്ക് ഓരോന്ന് കഴിക്കണം, വെറുതെ ഇരിക്കല്ലേ. അപ്പോൾ പിന്നെ മാംഗോ കട്ട് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ പോയി കുളിച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് പ്രൊഡക്റ്റീവ് ആയതുകൊണ്ടിരിക്കും. പിന്നെ ഞങ്ങൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ഉമ്മച്ചിക്ക് ഒരു ചെരുപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട്. ഞാൻ അവിടെ പോയി നമ്മൾ ടൗണിൽ ഉമ്മച്ചി എന്തോ വാങ്ങാൻ കയറിയപ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ്ലി ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടത്. അതിൻ്റെ പൊലിവാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ വെറുതെ റാൻഡംലി സ്നാപ്പിൽ ഇങ്ങനെ ഓരോ വീഡിയോ പറഞ്ഞിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പിരാന്തുണ്ട് എനിക്ക്. വെറുതെ സ്നാപ്പ് തുറന്ന് ഓരോന്നെടുത്തിരിക്കും. അങ്ങനെ ഞാൻ ഓളെ കണ്ട എക്സൈറ്റ്മെൻറ്റാണ്, ഓൾ ഇന്നെ കണ്ട എക്സൈറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്ന്. ബാക്കി ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ ബൈ.